കെ ബാലേന്ദ്ര കഴിഞ്ഞാൽ പിന്നെ രജനിയുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ അത് അമിതാഭ് ബച്ചനാണ്. രജനിയുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട് എന്ന് വേണേൽ പറയാം. ചിലപ്പോൾ രജനിക്ക് ഇൻഡസ്ട്രിയിലെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് കമലിനേക്കാൾ കൂടുതൽ അമിതാഭ് ബച്ചനാണ്. ശരിയും ബച്ചൻ ഭയങ്കര നമ്മള് ഇപ്പൊ നമ്മൾ പറഞ്ഞതിനകത്ത് നിന്നൊക്കെ ആകെ ഒരു കണക്ഷൻ ഡോൺ സിനിമ 1978 ഡോൺ പടം റീമേക്ക് റൈറ്റ്സ് വാങ്ങിച്ച് ചെയ്തത് രജനിയാണെന്നുള്ളതാണല്ലോ. ശരിക്കും ഭാഷയുടെ അതിർവരമ്പുകൾ ഭേദിച്ച് രജനിയെ വേറൊരു ലെവലിലേക്ക് സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് പ്രതിഷ്ഠിച്ചത് അമിതാഭ് ബച്ചന്റെ സപ്പോർട്ട് അല്ലെങ്കിൽ അമിതാഭ് ബച്ചന്റെ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും. കാരണം ഡോൺ മാത്രമല്ല റീമേക്ക് ചെയ്തിട്ടുള്ള രജനി മജ്ബൂർ, തൃശ്ശൂല്, അമർ അക്ബർ അന്തോണി, ദീവാർ, ഇതൊക്കെ അമിതാഭിന്റെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റുകളാണ്. ഇതൊക്കെ രജനിയെ റീമേക്ക് ചെയ്തേക്കുന്നത് തമിഴിലേക്ക്. എല്ലാം ആംഗ്രി യങ് മാൻ ടെംപ്ലേറ്റുള്ള അമിതാഭിന്റെ 11 സിനിമ രജനി റീമേക്ക് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ഒരു സ്റ്റാറിന്റെ വേറൊരു ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ട് അത്രയും ആരും റീമേക്ക് ചെയ്തിട്ടുണ്ടാവില്ല. അത് അവരുടെ കണക്ഷനാണ്. ഇപ്പൊ ഈ റീമേക്ക് മാത്രം കണക്ഷൻ നിൽക്കുന്നില്ല. രജനിയെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് കൊണ്ട് ഹിന്ദിയിൽ പ്ലേസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തതും അമിതാഭ് ബച്ചനാണ്. ഏത് സിനിമ? 1983 അന്താ ഖാനു എന്ന സിനിമ രജനി നായകനായിട്ട്, അതായത് ഓൾമോസ്റ്റ് ഇക്വലന്റ് ടു അമിതാഭ് ബച്ചൻ റോളിൽ സിനിമ ചെയ്തിട്ടുണ്ട്. ആ സിനിമ ഭയങ്കര ഹിറ്റായിരുന്നു. ശരിക്കും ആ സിനിമ തമിഴ് റീമേക്കാണ്. അത് ഇവരുടെ തമ്മിലുള്ള കണക്ഷൻ സംഭവിച്ചത്. അതായത് വിജയുടെ ഫാദർ S.A. ചന്ദ്രശേഖർ, നമ്മുടെ ഇളയ തളപതി വിജയുടെ ഫാദർ S.A. ചന്ദ്രശേഖർ ഡയറക്ടറാണ്, പ്രൊഡ്യൂസറാണ്, ഡയറക്ടറാണ്. പുള്ളിയുടെ സട്ടം ഒരു ഇരുട്ടറ എന്നൊരു സിനിമയുണ്ട് വിജയകാന്തിനെ നായകനാക്കി. ഇതേ സിനിമ 1983 2 വർഷം കഴിഞ്ഞിട്ട് അന്താ ഖാനു എന്ന പേരിൽ അമിതാഭ് ബച്ചനും രജനീകാന്ത് വെച്ച് അവിടെ റീമേക്ക് ചെയ്ത് ഭയങ്കര ഹിറ്റായിരുന്നു ആ സിനിമ. അങ്ങനെ അമിതാഭിന്റെ കൂടെ മാത്രമല്ല 84 തൊട്ടടുത്ത വർഷം ജോൺ ജാനി ജനാർദ്ദൻ എന്ന് പറഞ്ഞാൽ രജനീകാന്ത് നായകനാക്കി രജനീകാന്തിന്റെ സോളോ ഹിന്ദി പടം വന്നു 84. അതും ഭയങ്കര ഹിറ്റായിരുന്നു. ആ പടത്തിന്റെ പ്രത്യേകത ആ പടത്തിൽ രജനീകാന്ത് ട്രിപ്പിൾ റോളാണ്. 3 ശരിക്കും അത് 82 മൂൻറുമുഖം എന്ന പേരിൽ രജനീകാന്തിന്റെ ഒരു ഹിറ്റ് പടമുണ്ട്. അത് എടുത്ത് അവർ റീമേക്ക് ചെയ്യാൻ കൊണ്ടുപോയി വേറെ ആരെയും വിളിച്ചിട്ട് രജനീകാന്തിനെ നേരെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് റീമേക്ക് ചെയ്യുന്ന രജനീകാന്തിനെ വെച്ചിട്ട് ഒരു ട്രിപ്പിൾ റോളുടെ ഒരു ഹിന്ദി സിനിമ വേറെ ആരും ഹിറ്റാക്കിയിട്ടില്ല ഹിന്ദിയിലെ. തെലുങ്കിൽ ബാലയ്യ ആക്സിഡന്റ് ചെയ്യാറുള്ള പരിപാടി ഇത്. 3 റോളൊക്കെ കൊച്ചുപോലും ഞാൻ തന്നെ. ഈ സാധനം രജനി 84 ചെയ്ത് ഹിന്ദിയിൽ ഹിറ്റായിരുന്നു. 95 അമീർ ഖാന്റെ കൂടെ ആതങ്ക് എന്ന് പറഞ്ഞ സിനിമ, അതാണ് രജനീകാന്ത് മെയിൻ റോളിൽ വന്ന ലാസ്റ്റ് ഹിന്ദി സിനിമ. കരിയറിൽ 22 ഹിന്ദി സിനിമ സോളോ മെയിൻ ലീഡായിട്ട് അല്ലെങ്കിൽ മെയിൻ റോളിൽ പുള്ളി ഹിന്ദി സിനിമ ചെയ്തു. 22 സിനിമ. ഒരു സ്റ്റാർ വേറൊരു പുതിയ ഇൻഫർമേഷൻ വേറൊരു ഇൻഡസ്ട്രിയിൽ പോയിട്ട് അത്രയും സക്സസ്ഫുൾ സംഭവങ്ങൾ വേറെ ആരും ചെയ്തിട്ടില്ല.